ദൃശ്യ ശബ്ദ വിസ്മയമായിരുന്നു. അത് ആ ഒരു നാച്ചുറൽ സൗണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇവർ കറക്റ്റിന് സിങ് സൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും, അല്ലാതെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കയറ്റിയതായിട്ടുള്ള ഒന്നും തോന്നിയില്ല. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ഗംഭീരമാണ്. അതിപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഓരോരോ ആസ്പെക്റ്റിലും ഇതിനകത്ത് ഫൈറ്റ്സ് ഉണ്ട്, ചേസ് സീക്വൻസുകളുണ്ട്, അതിനകത്തുള്ള സൗണ്ട് എഫക്ട്സ് ആയിരുന്നാലും അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും അത് 2-3 പാട്ടുകളും ഉണ്ട്, എല്ലാം നല്ല രസമായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ചൊരു മാജിക്കൽ രീതിയിൽ ഒരു പസിൽ പോലെയാണ് ഇതിനകത്തൊരു ക്രൈം എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജിക്സോ പസിൽ സോൾവ് ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് പോലീസ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ബേസിൽ ജോസഫ് അദ്ദേഹത്തിലൂടെയാണ് ഈ സിനിമ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിൽ ചെയ്ത കഥാപാത്രം ആ ഒരു പസിൽ സോൾവ് ചെയ്യുന്നതായിരുന്നാലും അതിനകത്ത് സംഭവിച്ച ഒരു കൺകെട്ടായിരുന്നാലും നമുക്കത് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊരു മാജിക്കൽ എഫക്റ്റ് പോലെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്കത് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ 100% വർക്കായി. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന സാധനത്തിന് ടെക്നിക്കലി എൻഹാൻസ് ചെയ്തുകൊണ്ട് ഒരു ഗംഭീര സിനിമയാക്കി മാറ്റുന്നത് അത് മലയാളം ടെക്നീഷ്യൻസിൻ്റെ മാത്രം ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് IMDbയിൽ ഫുൾ മാർക്സ് 10 ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യണം. IMDbയിലായിരുന്നാലും മൂവി ബുക്കിങ്ങിലായിരുന്നാലും 10 ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യണം. ഒരു ഗംഭീര തിയേറ്റർ വാച്ചാണ്.